IPC പ്രകാരം കുറ്റം ചെയ്തതിനുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാണ്. ഞങ്ങളത് നടപ്പിലാക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? തെറ്റ് പറ്റിപ്പോയാൽ പോയിന്റ് കേട്ടോ. എടാ കോപ്പന്മാരെ, നിന്നോടൊക്കെ എത്ര വട്ടം ഞാൻ ചോദിച്ചടാ. എടാ ഇതിന്റെ ബ്രേക്ക് എവിടെയെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചോദിച്ചത്. കാലന്മാരെ Janggo, niarnya nyampe tuh. അടിപൊളി. പരാതി വന്നിട്ടുണ്ട് ഓവർസ്പീഡ് കേട്ടാ. 279 IPC പ്രകാരം ഒപ്പൻസ് നിങ്ങൾ ചെയ്തതായിട്ട് വെളിവായത് പ്രകാരം ഞങ്ങൾ തടഞ്ഞാണ് കേട്ടോ. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയുന്നത് ഹൈവേയിൽ പറഞ്ഞ സ്പീഡ് ഉണ്ട്. ആ സ്പീഡിൽ കൂടുതലായിട്ട് നിങ്ങൾ പോകുന്നത് മറ്റുള്ളവർക്ക് അസൗകര്യം ഉണ്ടാകുന്നതായിട്ട് കാണപ്പെട്ടതിനാൽ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളതിന് IPC പ്രകാരം കുറ്റം ചെയ്തതിനുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാണ്. ഞങ്ങളത് നടപ്പിലാക്കും കേട്ടോ. ക്ലിയറായ നമുക്ക് ഒരു 80 മീറ്റർ ലെഫ്റ്റ് സൈഡിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ചെയ്ത കുറ്റത്തിനുള്ള ഫൈൻ കേട്ടോ. പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയാം കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? തെറ്റ് പറ്റിപ്പോയാൽ ഫൈൻ കേട്ടോ. ശരി. വെച്ചില്ല, പറ്റിപ്പോയി സാറേ. പറ്റിപ്പോയി. ആ വണ്ടി കെട്ടിട്ടുണ്ട് കേട്ടോ. 4 വണ്ടികളും കെട്ടിട്ടുണ്ട് കേട്ടോ. വണ്ടി പാസ് ചെയ്താൽ നിങ്ങളുടെ വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. നമുക്ക് ഒരു മിനിമം സ്പീഡ് പറഞ്ഞിട്ടുണ്ട് ഹൈവേയിലൂടെ ബൈക്ക് ഓടിക്കാനായിട്ടുള്ളത്. അത് വൈലന്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അത് കുഴപ്പമില്ല. നോക്കാം. എവിടേക്കാ പോണത്? അങ്കവാലി. എവിടെന്നാ വരുന്നത്? അങ്കവാലിയാണ് ഞങ്ങള്. അങ്കവാലിയാണ് വീട്. ഇത് ചെറിയ കുറ്റാണ്. നിങ്ങൾ ഓഫീസിന്റെ ഫൈനയുടെ ചപ്പനെ പോവാം കേട്ടോ. ഫൈൻ എമൗണ്ട് പറയുമ്പോ ശരിക്കും 279 IPC എന്ന് പറയും. അതിന്റെ അവിടെ നിന്ന് ഒരു കടലാസിൽ എഴുതി തരാം കേട്ടോ. 279 IPC ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും.
അത് അതിഭയങ്കര അശ്രദ്ധമായിട്ടും അപകടം വരുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതാണ് 270 IPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ കേട്ടോ. അപ്പോൾ അതിൽ കാണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒഫൻസാണ്. അത് നിങ്ങൾ ചെയ്തു. അത് ഇവരെ വണ്ടി പുറകിൽ മതിയില്ലേ? എടുത്തോ. ശരി. വയനാട്ടിൽ പോകാന്നുള്ളൂ കേട്ടോ. ഒരു വണ്ടി എടുക്കും. വണ്ടി കയറിക്കോ കയറിക്കോ സാർ. വണ്ടി പുറകിൽ പോയിക്കോട്ടെ. ആ ഓക്കെ. സാറേ കാലെവിടെയല്ലേ വെക്കണ്ടേ? മുകളിലാണ്. എനിക്ക് ഈ വണ്ടിയിൽ ഇരുന്ന് ശീലം. ഓക്കെ സാർ. ഞങ്ങൾ അങ്കോലയാണ്, വീട് അങ്കോലയാണ്. 1471. കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ നാണല്ലോ. ഫോൺ നമ്പർ ഞാനും ഡിസ്റ്റിൽ പഠിക്കായിരുന്നു. ഓഫാണ്. തിരിച്ച് വീട്ടിലെത്തണ്ടേ? വീട്ടിലെത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലായി കൊണ്ടുപിടിക്കുന്നത്. അമിതമായ വിശ്വാസത്തോടെ നമ്മളെ പത്രമൊന്നും വായിക്കാറില്ല. പത്രം വായിക്കാറില്ല. ഈ ആക്സിഡന്റ്, വണ്ടി ആക്സിഡന്റിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് ബൈക്ക് റൈഡേഴ്സാണ്. അത് കൂടുതലും ഈ സ്പീഡ് വെഹിക്കിൾസാണ് ഇടിച്ചാണ് മരിക്കുന്നത്. ഭാവിയിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരല്ലേ? ഇത്ര പെട്ടെന്ന് തന്നെ മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ആര്? ഞാൻ തന്നെ. എടാ നീ ഒന്ന് പൊക്കിയേ. ഓ കിറ്റ് കിറ്റ്. എടാ ഒന്ന് പൊക്കണോ? നീ അങ്ങനെ താത്ത് സ്റ്റാൻഡ് ഒരിഞ്ഞ്. ഓ എന്റെ അമ്മേ, എന്റെ സ്റ്റിക്കർ. ഹാൻഡിൽ തിരിക്കാൻ
കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. അങ്ങനെ പടക്കടകുതാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ. പതുക്കെ എല്ലാവരും പോണേ പോലീസ് പിടിച്ചതിന് ശേഷം. എന്ത് പതുക്കെയാണ് എല്ലാവരും പോണേ പോലീസ് പിടിച്ചതിന് ശേഷം. I copy that. 3336 under